നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. സേവന ഫീസ് സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് ഭാരത് മാട്രിമോണി അടക്കമുള്ള പ്രമുഖ മാട്രിമോണി ആപ്പുകൾ അടക്കം പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ് ഗൂഗിൾ. 10 ഇന്ത്യൻ കമ്പനികളുടെ ആപ്പുകളാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കിയത്. സേവന ഫീസ് പേയ്മെന്റുകൾ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലാണ് ഈ നീക്കം. ഭാരത് മാട്രിമോണി, ക്രിസ്ത്യൻ മാട്രിമോണി, മുസ്ലിം മാട്രിമോണി, ജോഡി ആപ്പ് എന്നിവയാണ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡിലീറ്റ് ചെയ്തത്. ഇന്ത്യയിലെ ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് കനത്ത തിരിച്ചടിയാണ് ഗൂഗിളിന്റെ നീക്കമെന്നും മാട്രിമോണിയൽ കമ്പനി സ്ഥാപകൻ മുരുകവേൽ പ്രതികരിച്ചു. ഞങ്ങളുടെ ആപ്പുകൾ ഓരോന്നോരോന്നായി ഇല്ലാതാക്കുന്നു. എല്ലാ മുൻനിര മാട്രിമോണി സേവനങ്ങളും ഇല്ലാതാക്കപ്പെടും എന്നാണ് ഇതിനർത്ഥം. ഭാരത് മാട്രിമോണി ആപ്പ് പ്രവർത്തിപ്പിക്കുന്ന ഇന്ത്യൻ കമ്പനികളായ matrimony.com എന്ന സമാന ആപ്പായ ജീവൻ സതി പ്രവർത്തിപ്പിക്കുന്ന ഇൻഫോം എഡ്ജ് എന്നിവയ്ക്കും പ്ലേ സ്റ്റോർ നിയമങ്ങൾ ലംഘിച്ചതിന് ആൽഫബറ്റ് ഇങ്കിന്റെ യൂണിറ്റ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. നോട്ടീസ് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് രണ്ട് കമ്പനികളും തീരുമാനിച്ചിരിക്കുന്നത്. സംഭവത്തിന് ശേഷം matrimony.comന്റെ ഓഹരികൾ 2.7% ഇടിഞ്ഞു. ഇൻഫോ എഡ്ജ് 1.5% ഇടിവ് രേഖപ്പെടുത്തി. ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളെ ബാധിച്ചേക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോർ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന 20,000-ലധികം ഇന്ത്യൻ ഡെവലപ്പർമാരിൽ 3% മാത്രമേ സേവന ഫീസ് നൽകേണ്ടതുള്ളൂ. ഇൻ ആപ്പ് ഇടപാടുകളിൽ 11% മുതൽ 26% വരെ നിരക്കുകൾ ഈടാക്കാൻ ഗൂഗിൾ നിർദ്ദേശിക്കുന്നുമുണ്ട്. ഗൂഗിളിന്റെ ഫീസ് ഘടനയെ ചെറുക്കുവാനുള്ള ചില ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ ശ്രമങ്ങളിൽ നിന്നുമാണ് തർക്കം ഉടലെടുക്കുന്നത്. നേരത്തെ 15% മുതൽ 30% വരെ ഈടാക്കുന്ന രീതി ഒഴിവാക്കാനായി രാജ്യത്തെ ആൻട്രസ്റ്റ് അധികൃതർ ഉത്തരവിട്ടതിനു ശേഷമാണ് ഗൂഗിളിന്റെ പുതിയ നടപടി. സ്റ്റാർട്ടപ്പുകൾക്ക് ഇളവ് നൽകേണ്ടതില്ല എന്ന സുപ്രീം കോടതിയുടെ 2 കോടതി വിധികൾ ഫീസ് ഈടാക്കുവാനോ അല്ലെങ്കിൽ ആപ്പുകൾ നീക്കം ചെയ്യുവാനോ ഗൂഗിളിന് അനുമതി നൽകിയിരുന്നു. ഗൂഗിളിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും പ്ലേ സ്റ്റോർ നയങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഇൻഫോ എഡ്ജ് സ്ഥാപകൻ സഞ്ജീവ് ബിഗ് ചാന്ദനി പറഞ്ഞു. ഞങ്ങളുടെ പക്കൽ ഗൂഗിളിന്റെ തീർപ്പ് കൽപ്പിക്കാത്ത ഇൻവോയ്സുകളൊന്നുമില്ല. എല്ലാത്തിനും കൃത്യസമയത്ത് പണം നൽകിയിട്ടുമുണ്ട്. 10 കമ്പനികളുടെ ആപ്പുകൾ നീക്കം ചെയ്യുകയാണെന്ന് പറഞ്ഞ ഗൂഗിൾ നീക്കം വിശദമായി വിവരിക്കുന്ന ഒരു ബ്ലോഗ് പോസ്റ്റിൽ ആരുടെയും പേര് നൽകിയതുമില്ല. ഈ ഭാരത് മാട്രിമോണി, ക്രിസ്ത്യൻ, മുസ്ലിം മാട്രിമോണികൾ വഴി കല്യാണം കഴിച്ചവരെ ഇനി കഴിക്കാൻ കാത്തിരിക്കുന്നവർക്കും ഒരു തിരിച്ചടിയാണ് ഗൂഗിൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത്.